ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. നമ്മൾ കുറേ സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സൊക്കെ യൂസാക്കി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്യാസ് സിലിണ്ടർ നമുക്ക് ഒരു മാസം എത്തുന്ന ഗ്യാസ് സിലിണ്ടറിന് നമുക്കൊരു 4 മാസം വരെയൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ സിലിണ്ടർ ഞാൻ എപ്പോഴും വെച്ച് കഴിഞ്ഞാൽ ഒരു 2.5 മാസത്തോളമൊക്കെ എനിക്ക് സാധാരണഗതിയിൽ ഗ്യാസ് സിലിണ്ടർ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനത് എന്തൊക്കെയാണ് അതിന് ചെയ്യുന്ന ടിപ്സ് എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇതുപോലെ പുട്ടുകുറ്റി വെക്കുന്ന സമയത്ത് നമുക്ക് മുട്ട പുഴുങ്ങാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ വല്ല നേന്ത്രപ്പഴം പുഴുങ്ങാനുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേവിച്ചെടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഉരുളക്കിഴങ്ങൊക്കെ ആണെങ്കിൽ അതിൻ്റെ മണ്ണെല്ലാം തന്നെ കളഞ്ഞതിന് ശേഷം നമ്മളത് അങ്ങനെ നേരെ ആ ഒരു പുട്ടുകുറ്റിയുടെ ആ കുടത്തിലേക്ക് ഇട്ടിട്ട് നമ്മൾ പുട്ടുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുട്ടുണ്ടാക്കുന്നതോടുകൂടി തന്നെ നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇത് നമുക്കൊന്ന് അതുപോലെ മുട്ടയും നേന്ത്രപ്പഴമൊക്കെ പുഴുങ്ങാനായിട്ട് നമുക്ക് ഗ്യാസ് വേറെ നമുക്ക് യൂസ് ചെയ്യാതെ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാധിക്കും കേട്ടോ. ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കെറ്റിലുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കറണ്ട് അടുപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ വെള്ളം തിളപ്പിച്ച് നമ്മൾ എന്ത് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ കറി ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലായിട്ടുള്ള വെള്ളം യൂസ് ചെയ്യുന്നതിനേക്കാളും ചൂടുള്ള വെള്ളം തിളച്ച വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കിംഗ് ടൈം നമുക്ക് ലാഭിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ ഇവിടെ ഓട്സ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തിളച്ച വെള്ളം തന്നെ ഓട്സിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വെള്ളം തിളയ്ക്കുന്ന സമയം അത്രയും നമുക്ക് ഗ്യാസ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ഓട്സ് വേവിച്ചു, അതിലേക്ക് ഒരു പിഞ്ചളവിൽ ഉപ്പ്, കുരുമുളക്, അതുപോലെ തന്നെ ഒരു പിഞ്ചളവിൽ ഗാർലിക് പൗഡറും കൂടെ നമ്മളിതിലേക്ക് ചേർത്തിട്ട് പിന്നെ ചാറ്റ് മസാലയും ഒരു പിഞ്ചളവിൽ ചേർക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇത് നന്നായി ഒന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് നോർമലി നമുക്ക് ഓട്സ് പെട്ടെന്ന് വേകൂട്ടും. അപ്പോൾ നമ്മൾ തിളച്ച വെള്ളവും കൂടെ ഒഴിക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ലാസ്റ്റ് നമ്മളതിലേക്ക് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടോ. അപ്പോൾ നമുക്കത് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സൂപ്പിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് ഈ ഒരു ഓട്സ് കഴിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമ്മൾ ഈ ഒരു തിളച്ച വെള്ളം യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആക്കാനും പറ്റും. പിന്നെ നമ്മൾ അടുപ്പത്ത് നമ്മൾ ഇപ്പോൾ ദോശക്കല്ലാണ് അല്ലെങ്കിൽ ചീനച്ചട്ടിയാണ് എന്തെങ്കിലും നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് വെക്കുന്ന പാത്രം നമ്മൾ നല്ല പോലെ തന്നെ അതിൽ വെള്ളം എല്ലാം തുടച്ചെടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഇതുപോലെ അടുപ്പത്ത് വെക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ആ വെള്ളം എല്ലാം നമുക്ക് വറ്റുന്ന സമയം വരെ നമുക്ക് ഗ്യാസ് വെറുതെ വേസ്റ്റായി പോകും. അപ്പോൾ നന്നായി വെള്ളം എല്ലാം തുടച്ചതിന് ശേഷം നമ്മളതിൽ എന്തെങ്കിലും ഇട്ട് നമ്മൾ കുക്ക് ചെയ്യണം. ഇപ്പോൾ ഇത് സവോളയൊക്കെ വറ്റുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു ടൈമും നമുക്കൊക്കെ ലാഭിക്കാനും മാത്രമല്ല നമുക്ക് ഗ്യാസ് ലാഭിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഗ്യാസിലൊക്കെ നമ്മൾ ഇടയ്ക്ക് ചില സമയത്ത് കത്തുന്ന സമയത്ത് അതായത് മഞ്ഞ കളറിൽ, അതായത് ഫ്ലെയിം യെല്ലോ കളറിലൊക്കെ വരുമ്പോൾ നമുക്ക് അതിൽ പൊടിയൊക്കെ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും നമുക്ക് അങ്ങനെ വരും. അപ്പോൾ നമുക്ക് ഒരുപാട് ഗ്യാസ് വേസ്റ്റ് ആവുകയും ചെയ്യും. പക്ഷെ നമുക്കത് കറക്റ്റായിട്ട് ചൂട് തട്ടുകയില്ല. അപ്പം അങ്ങനെയൊന്നും വരാതെ നമ്മൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് അങ്ങനെ വരുന്ന പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ ചെറിയ രീതിയിൽ മഞ്ഞ കളറായിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു ബർണറും ഒക്കെ ഇതുപോലെ എടുത്തിട്ട് അതിലേക്ക് പൊടിയുപ്പും കുറച്ച് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് വിനാഗിരി കുറച്ച് നന്നായി തന്നെ നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ തന്നെ പതഞ്ഞ് പൊങ്ങി അങ്ങ് ഇതുപോലെ പതഞ്ഞ് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ തന്നെ അതിലുള്ള അതുകൊണ്ട് സൈഡിലൊക്കെ ഉള്ള അഴുക്കൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഇളകി വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇത് പോരാ, നമ്മളിതിലേക്ക് തിളച്ച വെള്ളം കൂടി നമ്മളിതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിന് നമ്മൾ കൈ തൊടാൻ പാകത്തിനുള്ള ചൂടാവുന്ന വരെ, നല്ല തിളച്ച വെള്ളമാണെന്നുണ്ടെങ്കിൽ അതോടുകൂടി നമ്മൾ കൈ ഇടരുത്. ആ ഒരു തിളച്ച വെള്ളത്തിന് ഒരു നോർമൽ ഒരുവിധം ചൂട് നമുക്ക് കൈ തൊട്ടാൽ പൊള്ളാത്ത രീതിയിലുള്ള ചൂടാവുന്നത് വരെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. അത്രയും ടൈം മാത്രം നമുക്ക് വെയിറ്റ് ചെയ്താൽ മതി. അതിന് ശേഷം നമ്മൾ പിന്നെ ഇതിലേക്ക് ഡിഷ് വാഷ് ലിക്വിഡും കൂടെ കുറച്ച് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു ചൂടോടുകൂടി തന്നെ നമ്മളൊന്ന് ഉരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ബർണർ നമുക്ക് ക്ലീനാക്കി എടുക്കുന്ന ആ ഒരു പണി ഉണ്ടല്ലോ, അത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒരു മാസത്തിലൊരിക്കലൊക്കെ ഇതുപോലെ ഒന്ന് ക്ലീനാക്കി എടുക്കുക. ആ ബർണറിനകത്തൊക്കെ പൊടി ഉണ്ടെങ്കിൽ അത് പോകാൻ നല്ല രീതിയിൽ തന്നെ കണ്ടില്ലേ, കരിയൊക്കെ നല്ല പോലെ തന്നെ ബർണറിൽ ഉണ്ടാവും. പക്ഷെ നമുക്കത് അറിയില്ല. അപ്പോൾ അതിൽ ആ ഒരു കരിയും ഒക്കെ ആ പൊടിയൊക്കെ അതിനകത്ത് ആ ഹോളിലൊക്കെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ കത്തിക്കുന്ന സമയത്ത് ഫ്ലെയിം കറക്റ്റായിട്ട് പുറത്തേക്ക് വരികയില്ല. നമ്മുടെ അടുപ്പത്ത് എന്ത് വെച്ചിരിക്കുകയാണെങ്കിലും അതിലേക്ക് ചൂട് തട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ സാഹചര്യങ്ങളിൽ നമുക്ക്
ഗ്യാസ് ഒരുപാട് വേസ്റ്റ് ആവാതിരിക്കാനായിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് അതിനൊന്ന് തേച്ച് കഴുകിയെടുക്കാം കേട്ടോ. അത് കഴുകിയതിന് ശേഷം നമ്മൾ അതൊന്ന് ഉണങ്ങാനായിട്ട് ആ ബർണറും അതിൻ്റെ അടിയിലുള്ള ആ ഒരു സെറ്റും നമ്മൾ ഉണങ്ങാനായിട്ട് വെച്ചിരിക്കുകയാണ്. ആ ടൈമിൽ നമ്മളിതിനകത്ത് നല്ല പോലെ തന്നെ പൊടി ഉണ്ടാവും. നമ്മൾ കാണാത്ത രീതിയിലുള്ള കുറേ പൊടികളുണ്ടാവും. അതിന് നമ്മൾ ബ്ലോവർ ഉപയോഗിച്ചിട്ട് നമ്മളിതിനൊന്ന് പൊടിയൊന്ന് കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതന്നെ വേണമെന്നില്ല, ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കാരണം ഞാനത് യൂസ് ചെയ്യുന്നു മാത്രം. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ശരിക്കും കണ്ടില്ല, അതിനകത്ത് നല്ലോണം പോലെ തന്നെ പൊടി ഉണ്ടാവും. അപ്പോൾ ആ പൊടിയെല്ലാം തന്നെ നമുക്ക് ക്ലീനായി കിട്ടും. അപ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇപ്പോൾ ചെറിയ പൈപ്പിൻ്റെ പീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ PVC പൈപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഇതെടുത്തിട്ട് അതുകൊണ്ട് നമ്മൾ നന്നായി ഒന്ന് ഊതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള പൊടി പോവും. അതിനകത്ത് കുഞ്ഞു പൊടികൾ കിടക്കുന്നത് കൊണ്ട് നല്ല പോലെ തന്നെ അതിൽ ചെറിയൊരു കുഞ്ഞു ഹോളും കൂടി ഇട്ടിട്ടോ, ആ ഹോളിനകത്ത് പൊടി പോയി കിടക്കുന്നുണ്ടാവും. അപ്പോൾ ആദ്യം നമ്മൾ ആ പൊടിയെല്ലാം തന്നെ ഒന്ന് ക്ലീനാക്കി എടുത്തു. അതിനുശേഷം ഇതിലേക്ക് ഞാനിപ്പോൾ വിം ബാർ തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് ഇതിൻ്റെ ചുറ്റും ഒന്ന് ആക്കിയിട്ട് നമ്മൾ ഈ ഒരു അടുപ്പ് നമ്മൾ മൊത്തത്തിലൊന്ന് ക്ലീനാക്കി എടുക്കുകയാണ്. അതിനകത്ത് ചെറിയ രീതിയിലൊക്കെ കാണുന്നുണ്ട്, പക്ഷെ അവിടെയൊന്നും നമുക്ക് പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാൻ പറ്റില്ല. ഓരോ ഗ്യാസ് സ്റ്റൗവും ഓരോ ടൈപ്പാണല്ലോ. അപ്പോൾ ഈ ഒരു ഇതിൽ അതിനകത്ത് നമുക്ക് ക്ലീനാക്കി എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബ്ലോവർ യൂസ് ചെയ്തിട്ട് നമ്മളൊന്ന് പൊടിയൊക്കെ എടുത്തത് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം അവിടെ ഒന്ന് തേച്ചൊരച്ച് നല്ല പോലെ തന്നെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മൺത്തിൽ ഒരു തവണയൊക്കെ അതുപോലെ ഒന്ന് ക്ലീനാക്കിയാൽ മതി കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഗ്യാസ് അടുപ്പ് മൊത്തമായിട്ട് നാശമായി പോകും. അപ്പോൾ അങ്ങനെ ആവാതെ ഇങ്ങനെ ഒന്ന് ചെയ്ത് ഇടയ്ക്കൊന്ന് ക്ലീനാക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇലക്ട്രിക് വയർ ഉണ്ടല്ലോ, അതെടുത്തിട്ട് അതിന് നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് നമുക്ക് ഇതുപോലത്തെ അതിനകത്ത് കുഞ്ഞ് തിന്നായിട്ടുള്ളതുപോലത്തെ കമ്പി കിട്ടുമല്ലോ, ആ ഒരു കമ്പിയാണ് കേട്ടോ നമുക്ക് ആവശ്യം. അതിന് നമുക്ക് ഈ ഒരു അടുപ്പിൻ്റെ സൈഡിൽ കുഞ്ഞ് ഹോളുണ്ട്, ആ ഹോളിനകത്ത് പൊടികളുണ്ടാവും. അപ്പോൾ ആ പൊടികൾ നമ്മൾ ഇതുപോലെ ഈ ഒരു കമ്പി യൂസ് ചെയ്തിട്ട് ഈ ഒരു ഇലക്ട്രിക് വയറിൻ്റെ ഇത് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ആ ഹോളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എത്രത്തോളം എത്തുന്നുണ്ടോ അത്രത്തോളം ആക്കിയിട്ട് നമ്മൾ വലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പൊടി അടഞ്ഞു കിടക്കുന്നതൊക്കെ നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി നമുക്ക് ഗ്യാസ് അടുപ്പ് നല്ല പോലെ തന്നെ നമുക്ക് കത്താനായിട്ടും അത് ഫ്ലെയിം നല്ല പോലെ കത്താനായിട്ടും, ഇതിനകത്ത് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്ലെയിമിന് മഞ്ഞ കളറാവുകയും ചെയ്യും. പിന്നെ നമുക്ക് ചിലപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുപ്പിൻ്റെ അടിവശം മുഴുവനായിട്ട് കരി വരാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മാസത്തിൽ ഒരു തവണ ഒക്കെ നമ്മളിതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരു അല്പം പോലും തന്നെ നമ്മുടെ ഗ്യാസ് നമുക്ക് വേസ്റ്റ് ആക്കാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാതും നമ്മളൊന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ക്ലീനാക്കി എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിനകത്ത് ഇത് സെറ്റ് ചെയ്യുന്നത് നമ്മൾ ബർണറും മറ്റൊക്കെ സെറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം ബർണർ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലൊരു സാധനം നമ്മുടെ അടുപ്പിൽ സെറ്റ് ചെയ്യാനുണ്ട്. അത് സെറ്റ് ചെയ്തതിന് ശേഷം വേണം അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ബർണർ വെക്കുന്നത്. അപ്പോൾ നമ്മൾ ബർണർ വെക്കുന്ന സമയത്ത് ബർണർ നമ്മൾ കഴുകി നമ്മളിത് ഉണക്കി എടുത്തിട്ട് വേണം കേട്ടോ നമ്മൾ അടുപ്പത്ത് വെക്കാൻ, അല്ലെങ്കിൽ പിന്നെ ഗ്യാസ് കത്താനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ഈ കുറച്ച് എണ്ണ, ഏതാണ് ഓയിലാണോ എന്താണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, അത് ഇതുപോലെ കുറച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ബർണറിൽ മുകളിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ബർണർ നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഹോളെല്ലാം നല്ല പോലെ തന്നെ ആ ഒരു വിസിബിളായിട്ട് കാണും. അല്ലാത്ത സമയത്ത് നമ്മൾ നോക്കുമ്പോൾ അത്ര കാണില്ല. അപ്പോൾ ഇതിൽ നമ്മളൊന്നും തന്നെ അടപ്പില്ല കേട്ടോ, അത്രത്തോളം നമ്മൾ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും അടപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നന്നായി കാണും. അപ്പോൾ നമ്മളൊരു പിന്നി യൂസ് ചെയ്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് കുത്തി കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാത്തിലും ഒന്ന് എണ്ണ അപ്ലൈ ചെയ്യുക. ഇങ്ങനെ എണ്ണ അപ്ലൈ ചെയ്യുന്നതോടുകൂടി ഈ ഒരു ബർണർ പെട്ടെന്ന് തുരുമ്പ് വരുന്ന ആ ഒരു പ്രശ്നവും നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓളുന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായി തന്നെ കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ അത് കണ്ടില്ലേ, എല്ലാം അത് നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മളൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു ഗ്യാസ് ഒന്ന് കത്തിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ നല്ല പോലെ തന്നെ ഫ്ലെയിം ആണെങ്കിലും നല്ല പോലെ വരുന്നുണ്ട്, അത് നമുക്ക് നല്ല ചൂട് തട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ ഗ്യാസിൽ എന്ത് വെക്കുന്ന സമയത്തും നമ്മുടെ പാത്രത്തിൻ്റെ വലുപ്പം അനുസരിച്ച് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കാതെ ലോ ഫ്ലെയിം ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ചൂട് കിട്ടുകയും ചെയ്യും. നമുക്ക് ഗ്യാസ് ഒന്നും ഒത്തിരി വേസ്റ്റ് ആവുകയില്ല.
ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് സിലിണ്ടറൊക്കെ ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പോൾ ഗ്യാസ് തീർന്നു പോയി ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ 45 ദിവസമൊക്കെ ആവാതെ നമുക്ക് അടുത്തൊരു സിലിണ്ടർ നമുക്ക് ബുക്ക് ചെയ്യാനൊന്നും സാധിക്കില്ല. അങ്ങനെയുള്ള പ്രോബ്ലമൊക്കെ ഉള്ളതുകൊണ്ട് ഇതുപോലെയൊക്കെ കുറച്ച് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടുക കേട്ടോ. നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത്. പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.